ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബി സീസൺ 2-ൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലിയാണെങ്കിൽ ബേബിയുടെ അടുത്തേക്ക് വരെയും അവൻ്റെ പവർ ഉപയോഗിച്ച് ടൈം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ അത് കാണിക്കുമ്പോഴത്തേക്കും അവൻ ടൈം സ്റ്റോപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ തന്നെ അവനാണെങ്കിൽ അനങ്ങാൻ പറ്റുന്നുണ്ട്. എന്നാൽ അവൻ്റെ ചുറ്റുമുള്ള ബേബി ഉൾപ്പെടെ എല്ലാം സ്റ്റക്കായി പോവാണ്. ആ ടൈമിന് വില്ലിയാണെങ്കിൽ ബേബിക്ക് ഒരു കിസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ചാർലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ടൈം കഴിയുന്നതും വില്ലിയാണെങ്കിൽ അവൻ്റെ പവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ടൈം വീണ്ടും വർക്കാവാനായിട്ട് തുടങ്ങി. ആ ടൈമിന് ബേബി പെട്ടെന്ന് പഴയതുപോലെ ആവുന്നുണ്ട്. നേരെ ചാർലിയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. എന്നാൽ ആ ഒരു നേരം കൊണ്ട് വില്ലിയാണെങ്കിൽ ചാർലിനെ ഒരു വീൽ ചെയറിലിരുത്തിയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബേബി പുറകെ പോകുന്നുണ്ട്. തൻ്റെ അടുത്ത് ബേബി എത്തുമെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ വില്ലിയാണെങ്കിൽ വീണ്ടും ടൈം ഒന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട്. ബേബി അങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ട്. ആ ടൈമിന് വില്ലി ഒരു പൂ വെച്ചിരുന്ന ഒരു കുഞ്ഞു പോട്ട് എടുത്തിട്ട് ബേബിയുടെ തലയിലിട്ട് അടിക്കുന്നുണ്ട്. സോ ബേബിയുടെ ബോധവും പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ കെൻറ്റേനാണെങ്കിൽ നമ്മുടെ ടോണിയുടെ ആൾക്കാർ പിടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ടോണി കെൻറ്റേനെ അവൻ്റെ മുന്നിൽ പിടിച്ച് നിർത്തിയിട്ട് കെൻറ്റയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കെൻറ്റയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടപ്പോൾ നീയാണെങ്കിൽ എവിടെയെങ്കിലും പോകുന്നു, എന്നാൽ നീ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ എത്തിയല്ലോ. ആ ഒരു ടൈമിന് വിന്നറാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. വിന്നർ പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചു, കിമ്മും കെൻറ്റയും കൂടെയാണ് നമ്മുടെ ആ ഒരു ലാബിൻ്റെ അകത്തേക്ക് കയറിയത്. പക്ഷേ അവർ ഒരു കാര്യവും പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല, ഒരു ഇൻഫർമേഷനും പുറത്തേക്ക് എത്തിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോണി പറയുന്നുണ്ട്, അവരങ്ങനെ ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകത്തില്ല, ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ടേ പോകത്തുള്ളൂ, അതെങ്കിലും നീ ആലോചിക്കണമെന്ന് തിരിച്ച് വിന്നറിനോട് പറയുന്നുണ്ട്. ആ സമയം ടോണീനെ വില്ലി കോൾ ചെയ്തിട്ട് തനിക്ക് ഇതുപോലെ ചാർലീനെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോണി പറയുന്നുണ്ട്, നീ അവനെ ജീവനോടെ തന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം, എനിക്ക് അവനെ വേണമെന്ന്. അടുത്ത് പിന്നീട് ബേബേനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ചാർലീനെ വില്ലി കൊണ്ടുപോയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിനെ പറ്റിയിട്ട് അലൻ്റെ ഗ്യാരേജിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു ടൈമിന് പീറ്റ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂടെ കിമ്മും ഉണ്ട്. കിമ്മു പറയുന്നുണ്ട്, താനും കെൻറ്റയും കൂടെ ആയിട്ട് ടോണിയുടെ ലാബിലേക്ക് പോയിരുന്നു, എന്നാൽ കെൻറ്റേനെ അവർ പിടിച്ചു വെച്ചു എന്ന്. ആ ടൈമിന് അവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അങ്ങോട്ടേക്ക് ചെന്നോ, ഞങ്ങളോട് പറയാതെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കിമ്മ് പറയുന്നുണ്ട്, കെൻറ്റേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവനാണെങ്കിൽ പോകണം എന്നിങ്ങനെ വാശി കാണിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്, എന്നാൽ അവനെ അവരവിടെ പിടിച്ചു വെച്ചു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റി, വില്ലിക്ക് പവർ കിട്ടിയത് അത് ടോണി എക്സ്പെരിമെൻറ്റിലൂടെ അവന് കൊടുത്ത പവറാണ്. ടോണി എക്സ്പെരിമെൻറ്റ് ചെയ്തതിൽ ഒരേ ഒരു സക്സസ് അത് വില്ലിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ടോണിക്ക് ചാർലീനെയാണ് വേണ്ടതെന്നും പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ബാക്കിയുള്ളവർ, അപ്പോൾ അതുകൊണ്ടാണോ ചാർലി നമ്മളെല്ലാവരും അപകടത്തിലാക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഗ്യാരേജിൽ നിന്നും ഒക്കെ തന്നെ മാറി നിന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജെഫിന് ആ കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അതെ, അത് പിന്നെ ചാർലീനെ കൊണ്ടുപോകുന്ന ടൈമിൽ ആരെങ്കിലും ഇടയിൽ കയറി തടങ്ങി കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുമെന്ന് ടോണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാർലി നമ്മുടെ എല്ലാവരുടെയും അടുത്തു നിന്ന് മാറി നിന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയം ബാക്കിയുള്ളവർക്കൊരു ഡൗട്ട് വരാണ്. അതായത് ടോണിക്ക് അവൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ട് വില്ലിക്ക് പവർ കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ചാർലീനെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. ആ സമയം ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ക്രിസ് പറയുന്നുണ്ട്, അത് പിന്നെ ചാർലിയുടെ ബോഡിയിൽ സ്പെഷ്യലായിട്ടുള്ള സെല്ലല്ലേ ഉള്ളത്, ഒരുപക്ഷെ ടോണി കണ്ടുപിടിച്ച മരുന്ന് ഇപ്പോഴും കംപ്ലീറ്റ്ലി സക്സസ് ആയിട്ട് ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് ചാർലിയുടെ സെൽസും കൂടെ യൂസ് ചെയ്യാനായിരിക്കണം അയാൾ അവനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ സമയം അലൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ടോണിയാണെങ്കിൽ ചാർലിയുടെ അടുത്ത് അത് നമ്മൾ നോക്കണമെന്ന്. അടുത്ത് വില്ലീനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ചാർലീനെ ഏതോ ഒരു ബിൽഡിങ്ങിൽ ഏതോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് കെട്ടിയിട്ടേക്കുന്നുണ്ട്. വില്ലിയാണെങ്കിൽ അവിടെ എന്തോ ഒരു കാര്യമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചാർലിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. ചാർലിയാണെങ്കിൽ വില്ലിയുടെ അടുത്ത്, നീയും ടോണിയുടെ അടുത്തുനിന്ന് ഒളിച്ച് നിൽക്കുവാണോ, നീ എന്തിനാണ് ഇങ്ങനൊരു ജാമറൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില്ലി എവിടെയാണുള്ളതെന്ന് GPS വെച്ച് ടോണി ട്രാക്ക് ചെയ്യാതിരിക്കാനാണ് അവനിപ്പോൾ ഒരു ജാമർ യൂസ് ചെയ്യുന്നത്. വില്ലി ആ സമയം ചാർലി ചോദിച്ചതിന് മറുപടിയായിട്ട്, എനിക്കാണെങ്കിൽ ടോണിയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയാളുടെ മക്കളായിട്ടുള്ള നിങ്ങളെല്ലാവരും നഷ്ടപ്പെട്ടു പോയതിനു ശേഷം അയാൾ എന്നെ പിടിച്ചെടുത്തു, അയാൾ എല്ലാ എക്സ്പെരിമെൻറ്റും എൻ്റെ ദേഹത്ത് ചെയ്തു, കണ്ടോ എൻ്റെ കഴുത്തിൽ അയാളൊരു ചിപ്പാണ് വെച്ചേക്കുന്നത്, ഈ ചിപ്പ് കാരണം എൻ്റെ ഫ്രീഡം മൊത്തം പോയി, ഇയാൾ ഒത്തിരി എക്സ്പെരിമെൻറ്റ് എൻ്റെ ദേഹത്ത് ട്രൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ചാർലി ആണെങ്കിൽ, ഇതിന് നീ എന്തിനാ അയാൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ പോകുന്നത്, നിനക്ക് നിൻ്റെ ആരും നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വില്ലിയാണെങ്കിൽ ഈ ചിപ്പ് അത് വെച്ചിട്ട് അയാളെന്നെ കൺട്രോൾ ചെയ്യാണ്, അയാൾ ഒരൊറ്റ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ഞാൻ അപ്പം മരിക്കൂ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ചാർലി ആണെങ്കിൽ കണ്ടിട്ട് നിൻ്റെയും ശത്രു ടോണിയാണെന്ന് തോന്നുന്നു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നീയാണെങ്കിൽ പീറ്റിൻ്റെ ലാബിലോട്ട് വാ, അവർ നിനക്ക് ആ ഒരു ചിപ്പ് റിമൂവ് ചെയ്ത് തരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം വില്ലി, എന്നെ നിങ്ങളുടെ സൈഡിലേക്ക് കയറ്റാനായിട്ട് നോക്കണ്ട, ഞാൻ ഓൾറെഡി ആ ഒരു ചിപ്പ് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ നടക്കുന്നില്ല, എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രീഡം തിരിച്ചു കിട്ടണം, അതുകൊണ്ട് നിന്നെ വെച്ചിട്ട് ഞാൻ ഇനി കളിക്കാൻ പോവാം, ഞാനാണെങ്കിൽ നിന്നെ ഉപയോഗിച്ച് എൻ്റെ ദേഹത്തുള്ള ചിപ്പ് റിമൂവ് ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ടോണിയുടെ ലാബാണ്. ഇപ്പോൾ വില്ലിയുടെ GPS ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
തന്നെ ആ ഒരു കാര്യം വിന്നറാണെങ്കിൽ ടോണിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. കൂടെ തന്നെ വില്ലിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ആ സമയം ടോണി വില്ലി മരിച്ചാലും ശരി തന്നെ എനിക്ക് അവനെയും ചാർലിനെയും ഇവിടെ കിട്ടണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിന്നറാണെങ്കിൽ നേരെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ടോണിനെയും ചാർലിനെയും കിട്ടിയില്ലെങ്കിൽ തൻ്റെ കാര്യത്തിൽ തീരുമാനമാവും എന്നറിയാതുള്ളത് തന്നെ ആ ഒരു ദേഷ്യമെല്ലാം അവൻ കെൻഡയുടെ അടുത്ത് തീർക്കുന്നുണ്ട്. എന്നിട്ട് കെൻഡേനെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന ഗാർഡ്സ് അതിലൊരാളെ മാത്രം കെൻഡയുടെ അടുത്ത് നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും തൻ്റെ കൂടെ വിന്നർ കൊണ്ടുപോവാണ് വില്ലിനെയും ചാർലിനെയും കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ അവർ പോയി കഴിയുന്നതും കെൻഡയാണെങ്കിൽ അവിടെ നിന്ന് ഒരൊറ്റ ഗാർഡ് ആയതുകൊണ്ട് തന്നെ അയാളെ അവൻ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചിട്ട് ഇയാളുടെയും അവൻ്റെയും ഡ്രസ്സുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ ഗാർഡ്സ് ആയതുകൊണ്ട് തന്നെ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് ഇട്ടേക്കുന്ന ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കെൻഡ അങ്ങനെ അയാളുടെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് അവനെ കെട്ടിയിട്ടിരുന്ന പോലെ അയാളെ കെട്ടിയിട്ടിട്ട് കെൻഡ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് അലൻ്റെ ഗ്യാരേജാണ്. അവിടെ ഇപ്പോൾ എല്ലാവരും ഒരു ഇൻഫർമേഷനും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ. ആ സമയം ബേബിയാണെങ്കിൽ അവൻ എങ്ങനെയും ചാർലിനെ രക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടോണിയുടെ ലാബിലോട്ട് ഡയറക്റ്റ് കയറി പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പീറ്റാണെങ്കിൽ അത് വേണ്ട, റിസ്ക് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് കെൻഡയാണെങ്കിൽ എങ്ങനെയോ ഇവർക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതിലൂടെ കെൻഡ സേഫാണെന്നും ഇതുവരെയായിട്ട് ചാർലിയും വില്ലിയും ആ ലാബിലേക്ക് എത്തിയിട്ടില്ലെന്നും അവർക്കറിയാൻ കഴിയുന്നുണ്ട്. അവർക്കപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് വരുന്നുണ്ട്. കാരണം വില്ലിയാണെങ്കിൽ എന്തായാലും ചാർലിനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു നേരത്തെ. അപ്പോൾ പിന്നെ അവൻ എന്തായാലും അവനെ ടോണിയുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ കൊണ്ടുപോയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വില്ലിക്കും ടോണിയുടെ അടുത്ത് നിന്ന് എന്തോ നേടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വില്ലിയാണെങ്കിൽ ചാർലിനെ യൂസ് ചെയ്യുവാണെന്ന്. എന്നാൽ ആ ഒരു കാര്യം ഇവർക്കാണെങ്കിൽ ഇത്തിരി സമാധാനമുള്ള കാര്യമായിരുന്നു. കാരണം ചാർലിനെ അവ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും വില്ലിയാണെങ്കിൽ ചാർലിനെ ഉപദ്രവിക്കാൻ ചാൻസ് ഇല്ല. അതേസമയം തന്നെ ജെഫാണെങ്കിൽ വില്ലീനെ ട്രാക്ക് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അവൻ്റെ വണ്ടി പോകുന്നത് നമ്മൾ CCTV ക്യാമറ വഴി ചെക്ക് ചെയ്യണം. പക്ഷേ എനിക്കിപ്പോൾ ഒരൊറ്റ ക്യാമറയിൽ മാത്രമേ ആക്സസ് ഉള്ളൂ. അതിലൂടെ അവൻ്റെ വണ്ടി നേരത്തെ കടന്നു പോയി കഴിഞ്ഞു. കണ്ടിട്ട് അവൻ ഓൾറെഡി ഈ ഒരു ഏരിയ വിട്ടെന്നാണ് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനെ ട്രാക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ബേബയാണെങ്കിൽ എനിക്കെന്തായാലും ചാർലിനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരാരും പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല. അവനോട് ഒറ്റയ്ക്ക് അങ്ങ് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ടോണിയാണെങ്കിൽ വില്ലിയുമായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നതാണ്. വില്ലിയുടെ അടുത്ത് നീ ചാർലിനെ ഓൾറെഡി ക്യാച്ച് ചെയ്തില്ലേ, അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ട് തരാനും പറയുന്നുണ്ട്. ആ സമയം ചാർലി ആണെങ്കിൽ ഓക്കെ വില്ലീനെ ഞാൻ തരാം, പക്ഷേ പകരം നിങ്ങളാണെങ്കിൽ എൻ്റെ ദേഹത്തുള്ള ചിപ്പ് റിമൂവ് ചെയ്ത് തരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോണിയാണെങ്കിൽ അത് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ വില്ലിയാണെങ്കിൽ എനിക്ക് പിന്നെ നിങ്ങൾക്ക് ചാർലീനെയും കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ടോണി ആ സമയം ഞാനൊരു ബട്ടൺ പ്രസ് ചെയ്താൽ നീ മരിക്കൂ എന്ന് പറയുമ്പോൾ വില്ലിയാണെങ്കിൽ ആ ഓക്കെ നിങ്ങളാണെങ്കിൽ പ്രസ് ചെയ്തോ, അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ചാർലി അങ്ങ് മരിക്കൂ എന്ന് പറയുന്നുണ്ട്. ടോണി ആ സമയം മരിക്കാറായ നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ അടുത്താണോ നീ കളിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വില്ലിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് മര്യാദയ്ക്കൊക്കെ കളിക്കണ്ടേ, ഞാൻ നിങ്ങൾക്ക് ചാർലിനെ തരും, പകരം നിങ്ങളാണെങ്കിൽ ആ ചിപ്പ് റിമൂവ് ചെയ്തിട്ട് എൻ്റെ ഫ്രീഡം തരണം, അത് നല്ലൊരു ഡീലല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ടോണി അതിന് തിരിച്ച് മറുപടിയൊന്നും കൊടുക്കുന്നില്ല, കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലൻ്റെ ഗ്യാരേജ് തന്നെയാണ്. ഇപ്പം എല്ലാവരും തന്നെ ബേ തിരിച്ച് വരുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. അവൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അവൻ എന്തെങ്കിലും പറ്റിക്കാണെന്നും ഡൗട്ട് വരുന്നുണ്ട്. എന്നാൽ അലൻ പറയുന്നുണ്ട് വിഷമിക്കണ്ട, അവൻ ഓക്കെ ആയിരിക്കും, അവൻ ഉടനെ തന്നെ തിരിച്ചു വരുമായിരിക്കും, ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായില്ലേ, നിങ്ങളെല്ലാവരും പൊക്കോ, ഞാനിവിടെ നിന്നോളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പീറ്റും ക്രിസും നോർത്തും സോണിക്കും എല്ലാവരും പോകുന്നുണ്ട്. അലനും ജെഫും മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത് തിരിച്ച് ക്രിസും പീറ്റും വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ക്രിസാണെങ്കിൽ പീറ്റിൻ്റെ അടുത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ടോണിയുടെ മകനാണെന്നും വേ ആണെങ്കിൽ എൻ്റെ ട്വിൻ ബ്രദറാണെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ ബേബയുടെ അടുത്തൊന്നും പീറ്റ് തുറന്നു പറഞ്ഞില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം പീറ്റാണെങ്കിൽ ഇപ്പം അതിന് ശരിയായ ടൈമാണെന്ന് എനിക്ക് തോന്നിയില്ല, പിന്നീട് പറയാമെന്ന് പറയുന്നുണ്ട്. ക്രിസ് ആ സമയം അവരത് കേൾക്കുമ്പോൾ ഓക്കെ ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പീറ്റാണെങ്കിൽ ഓക്കെ ആവാൻ ചാൻസ് ഇല്ല, പക്ഷേ എന്തായാലും ഈ സത്യം തുറന്ന് പറയും, നീയാണെങ്കിൽ ടോണീനെ സഹായിക്കുന്ന ആളല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് അവരെല്ലാവരും വിശ്വസിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് പീറ്റ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ക്രിസ് ആണെങ്കിൽ നിനക്കും ഇപ്പോൾ എന്നെ വിശ്വാസമില്ലല്ലേ, ഞാൻ ടോണിയുടെ മകനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് പീറ്റാൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇപ്പം ആ ചോദിച്ച ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിനക്ക് എൻ്റെയും ബാക്കിയുള്ളവരുടെയും വിശ്വാസം പിടിക്കണമെങ്കിൽ നീയാണെങ്കിൽ നിൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്ക്, നീയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പവർ കളയാനുള്ള ആ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബേബിയാണെങ്കിൽ തിരിച്ചു വരുന്നതാണ്. ആ ഒരു ടൈമിന് അവിടെ അലൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേബി വരുന്നതും അലൻ ചെന്ന് ചോദിക്കുന്നുണ്ട് ചാർലിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്. എന്നാൽ ബേബി ഇല്ലയെന്ന് പറയുമ്പോൾ അലനാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നാളെ രാവിലെ അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബേബി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യാന്ന് പറയുമ്പോൾ അലനാണെങ്കിൽ നീ വിഷമിക്കാതെ, ചാർലിക്കൊന്നും പറ്റത്തില്ല, നീയാണെങ്കിൽ നിൻ്റെ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പം നീ പോയി റെസ്റ്റ് എടുക്ക്, നീ രാവിലെ ആകുമ്പോൾ ഓക്കെ ആവും, എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നേന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കെൻഡയാണെങ്കിൽ നേരത്തെ ആ ഒരു ഗാർഡിൻ്റെ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് തന്നെ അവനിപ്പോൾ അതിലൊരാളായിട്ട് ബാക്കിയുള്ള ഗാർഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുവാണ്. അവരാരും തന്നെ അവനാണെങ്കിൽ കെൻഡയാണെന്നുള്ള
കാര്യം മനസ്സിലാക്കുന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് ജെഫാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് അലനാണെങ്കിൽ അവൻ്റെ ഫോണിലൊരു കോൾ വരുന്നുണ്ട്. അലനാണെങ്കിൽ തൊട്ടടുത്തില്ലാത്തതുകൊണ്ട് തന്നെ ജെഫ് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ വന്നത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അതിൽ അലൻ്റെ സർജറീനെ പറ്റിയിട്ട് നേഴ്സ് ചോദിച്ചിട്ട് 2 മണിക്ക് അപ്പോയിൻമെൻറ്റ് വെക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജെഫ് അപ്പോൾ അങ്ങനത്തെ കാര്യം കേൾക്കുമ്പോൾ ഷോക്കാവുന്നുണ്ട്. അവനങ്ങനെ പെട്ടെന്ന് ഞാനാണെങ്കിൽ അലനോട് ചോദിച്ചിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് അലൻ വന്നിട്ട് ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ജെഫ് ആ ടൈമിന് നിനക്ക് എന്ത് സർജറിയാണ് ഉള്ളത്, നീ എന്തിനാ എൻ്റെ അടുത്ത് അത് മറച്ചു വെച്ചത്, എന്താ കാര്യം, നിനക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചൂടെ, നമ്മൾ ബോയ് ഫ്രണ്ട്സ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആസിം അലനാണെങ്കിൽ ആ വിഷയം വിട്ട് കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജെഫ് വിടുന്നില്ല. അങ്ങനെ അലൻ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അവസാനമായിട്ട് റേസ് ചെയ്ത ടൈമിന് എൻ്റെ കഴുത്തിൻ്റെ അവിടെയായിട്ട് ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് എനിക്ക് പിന്നെ റേസ് ചെയ്യാൻ പറ്റാതായത്. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ എൻ്റെ അടുത്ത് സർജറി ചെയ്യാമെന്നും പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നവും സിറ്റുവേഷനും വെച്ചിട്ട് ഞാൻ മാറി എന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സർജറി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതത്ര വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് നിന്നെ ടെൻഷനാക്കാതിരുന്നതെന്ന് പറയുമ്പോൾ ജെഫാണെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൂടെ, നിന്നെ സമാധാനിപ്പിക്കാനും നിൻ്റെ കൂടെ വയ്ക്കാനും ഞാനിവിടെ ഇല്ലേ, ഇനി എൻ്റെ അടുത്തൊന്ന് ഇത് മറച്ചു വെക്കരുത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ ഇപ്പോൾ വേണ്ട, ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യുക, നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എല്ലാം കഴിഞ്ഞോട്ടെ, ചാർലിയൊക്കെ തിരിച്ചു വന്നോട്ടെ, അതിനുശേഷം ഞാൻ നിന്നെയും കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാം, നമുക്കത് പക്ഷേ പിന്നെ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫ് ഓക്കെ, പക്ഷേ ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്തൊന്ന് മറച്ചു വെക്കരുത്, നിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഞാനുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ക്രിസ് ആണെങ്കിൽ പീറ്റിൻ്റെ ലാബിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ വേറെന്തോ ചിന്തയിൽ നിൽക്കുമായിരുന്നു. ആ ടൈമിന് അവിടെ വർക്ക് ചെയ്യുന്ന 2 സ്റ്റാഫ് വന്നിട്ട് ക്രിസിൻ്റെ അടുത്ത് എന്ത് പറ്റിയ കാര്യം, ഞങ്ങളുടെ അടുത്ത് പറയാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ് പറയുന്നുണ്ട് അത് പിന്നെ എന്നെ നേരത്തെ വിശ്വസിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന്. അവൻ പീറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയം അവർ രണ്ടുപേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അയാളുടെ വിശ്വാസം തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓരോ ആക്ഷനിലൂടെ അയാൾക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കുക. കാരണം അയാളുടെ കണ്ണുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അയാൾ നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ക്രിസ് ആണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കെൻറ്റേനെയാണ്. അവനിപ്പോൾ ആ ഒരു ഗാർഡിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ അവരിലൊരാളായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് വിന്നറാണെങ്കിൽ കെൻറ്റേനെ കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് കെൻറ്റേനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കെട്ടിയിട്ടിരുന്ന ആ ഒരാളുടെ മാസ്ക് റിമൂവ് ചെയ്യുന്ന ടൈമിന് അത് കെൻറ്റേ അല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കെൻറ്റേ എവിടെ പോയി എന്ന് അന്വേഷിക്കാനായിട്ട് ഇവൻ തുടങ്ങുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഗാർഡ്സിൽ അതിലാരെയും കെൻറ്റേ ആയിരിക്കും ഡൗട്ട് വന്നിട്ട് അവരുടെ എല്ലാവരുടെയും മാസ്ക് റിമൂവ് ചെയ്യാനും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ കെൻറ്റേ ഉണ്ടായിരുന്നു. എൻ്റെ മാത്രം അവൻ്റെ മാസ്ക് റിമൂവ് ചെയ്യാതെ നിൽക്കുമ്പോഴത്തേക്കും വിന്നർ തന്നെ ചെന്നിട്ട് ആ മാസ്ക് അഴിച്ചു മാറ്റുന്നുണ്ട്. കെൻറ്റേ ആണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും കെൻറ്റേയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എന്താ ഒളിച്ചു കളിക്കാൻ നിൽക്കുവാണോ, പക്ഷേ ഞാൻ നിന്നെ വിടത്തില്ല എന്ന്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ബേബിയും അലനും സോണിക്കും നോർത്തും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് പീറ്റ് വന്നിട്ട് വില്ലിയാണെങ്കിൽ ചാർലീനെ സോണിക്ക് കൈമാറാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അത് നടക്കാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന റേസിൻ്റെ അന്നാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ബാക്കി എല്ലാവരും റേസിൻ്റെ അന്ന്, പക്ഷേ അന്ന് ഒത്തിരി ആൾക്കാരുള്ളതല്ലേ, അവിടെ വെച്ചപ്പോൾ എങ്ങനെയാവും അങ്ങനെ ചെയ്യും, ശരിക്കും ആ കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പീറ്റാണെങ്കിൽ എനിക്ക് ഇൻഫർമേഷൻ ഫസ്റ്റ് അയച്ചത് കെൻറ്റയാണ്, അതിനെക്കുറിച്ചിട്ട് ഞാനത് അന്വേഷിക്കുകയും ചെയ്തു, അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റി ഇനി വരാൻ പോകുന്ന ആ റേസിൻ്റെ അന്ന് നിൽക്കാൻ പോകുന്ന സെക്യൂരിറ്റി ടീം അത് നമ്മൾ അറേഞ്ച് ചെയ്ത ടീമല്ല, പുതിയൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ അന്ന് എക്സ്ചേഞ്ച് നടക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയാണ്. എന്നാൽ ബേബിയാണെങ്കിൽ പക്ഷേ ടോണി അത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് അയാളുടെ മുഖം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ, കാരണം ബാക്കിയുള്ളവരുടെ മുന്നിൽ അയാൾ മരിച്ചു പോയതല്ലേ എന്നിങ്ങനെ. ആ സമയം ബാക്കിയുള്ളവരും അത് ശരിയാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ബേബി അപ്പോൾ പറയുന്നുണ്ട് അന്ന് അത്ര ആൾക്കാർ ആ കൂട്ടത്തിലുള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് ചാർലീനെ രക്ഷിക്കാൻ പറ്റിയിരിക്കും, നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണമെന്നും പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റ് കിമ്മാണെങ്കിൽ സ്മോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അവനാണെങ്കിൽ കെൻറ്റേനെ കുറിച്ച്, അതായത് കെൻറ്റയും അവനും ഒരുമിച്ച് താമസിച്ച ടൈമിന് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇത്രയും കാലം സ്മോക്ക് ചെയ്യാത്ത കിം ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലൻ്റെ അടുത്ത് സോണിക്ക് സംസാരിക്കുന്നതാണ്. അടുത്ത് നടക്കാൻ പോകുന്ന റേസിങ്ങിൽ, അതായത് നെക്സ്റ്റ് ഡേ ആണ് അടുത്ത റേസ്, അന്ന് ഡീനെയും കൂടെ മത്സരിപ്പിക്കാനായിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ചാർലി പോയതുകൊണ്ട് തന്നെ. പക്ഷേ സോണിക്കിന് ഇപ്പോഴും ഡീനിനെ വിശ്വാസമില്ല. കാരണം ഒരിക്കൽ ഡീന് ടോണിയുടെ കൂടെ ചേർന്നിട്ട് ഇവരെ ചതിച്ചതുകൊണ്ട് തന്നെ. അതിനെക്കുറിച്ച് അപ്പോൾ അവൻ അലനോട് സംസാരിക്കുന്നുണ്ട്. ഡീനിനെ വീണ്ടും ടീമിലേക്ക് തിരിച്ചെടുക്കണോ എന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ അലൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ എല്ലാവർക്കും നമ്മളൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അലനാണെങ്കിൽ നടന്നു പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് ഡീൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ടിട്ട് ഡീനെല്ലാം കേട്ടു എന്നാണ് തോന്നുന്നത്. ഡീനാണെങ്കിൽ സോണിക്കിനോട് പറയുന്നുണ്ട് എനിക്കറിയാം നിനക്കെന്നെ വിശ്വാസമില്ല എന്ന്, എന്നാൽ നാളെ ഞാൻ നിനക്ക് പ്രൂവ് ചെയ്ത് തരാം, ഞാൻ നിങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർക്ക് കഴിഞ്ഞിട്ട് ക്രിസ് ആണെങ്കിൽ പീറ്റിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. പീറ്റ് അപ്പോൾ എന്തെങ്കിലും കാര്യം
സംസാരിക്കാനുണ്ടോ, എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ക്രിസ് ആണെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നുമില്ല, ജസ്റ്റ് നീയുമായിട്ട് സംസാരിച്ചു കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം പീറ്റ് എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് നിൻ്റെ വിശ്വാസം തിരിച്ച് വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ പീറ്റ് ചോദിക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം നിനക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ക്രിസ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ സത്യമായിട്ടും ടോണീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, ഞാനാണെങ്കിൽ നിങ്ങളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഞാനും നീയും ജസ്റ്റ് ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള റിലേഷൻ, എനിക്കറിയാം. പക്ഷേ എന്നാലും നീയാണെങ്കിൽ എന്നെ വിശ്വസിക്കാതെ ഒരു ശത്രുവിനെ പോലെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പീറ്റപ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട്, നീയാണെങ്കിൽ ടോണീനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷൻ ആവണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം എല്ലാവരും റേസിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. റേസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 3 മിനിറ്റാണ് ബാക്കിയുള്ളത്. റേസിൻ്റെ സമയത്ത് വില്ലിയുടെ അടുത്ത് നിന്ന് ചാർലിനെ രക്ഷിക്കാമെന്നൊക്കെയാണ് ബേബയും അലനും എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതുവരെയായിട്ട് റേസിന് വില്ലി മാത്രം എത്തിയിട്ടില്ല. ടൈം ആവുന്നത് വരെ ബേബയെല്ലാം വില്ലി വരുമോയെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നാൽ കാണുന്നില്ല. പിന്നെ ആകെ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളത് കൊണ്ട് ബേബ എല്ലാവരും കാറിൽ കയറുന്നുണ്ട്. ആ ഒരു ടൈമിന് കറക്റ്റ് വില്ലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കടത്തി കിട്ടി വില്ലി തന്നെ മുന്നിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, ആർക്കും കയറാനേ പറ്റുന്നില്ല. വില്ലി തന്നെ കണ്ടിന്യൂസ് സ്പീഡ് ഫ്രണ്ടിൽ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ആ ടൈമിന് വില്ലിയാണെങ്കിൽ ടോണിയുമായിട്ട് സംസാരിച്ച ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് വില്ലി ടോണിയുടെ അടുത്ത് ഈ റേസിൻ്റെ ടൈമിന് ചാർലിനെ കൈമാറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈമാറാമെന്ന് പറയുന്ന സ്ഥലം ഇവരിങ്ങനെ റേസ് ചെയ്യുന്നത് കുറേ കണ്ടെയ്നേഴ്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ ഒരു കോർണർ എൻഡ് ഉണ്ട്, അതായത് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റില്ല. ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ചാർലിനെ ഇവർ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് ചാർലിനെ കൈമാറാനായിട്ട് ടോണിക്ക് പകരം അവിടെ എത്തിക്കുന്ന വിന്നറാണ്. വിന്നർ ഒരു വണ്ടിയുമായിട്ട് പറഞ്ഞ സ്ഥലത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. ആ ഒരു റേസിൻ്റെ ഇടയിൽ തന്നെ ചാർലിനെ കൈമാറാൻ വേണ്ടിയിട്ടാണ് വില്ലി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വണ്ടി ഓടിച്ച് പൊക്കോണ്ടിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ പീറ്റും എല്ലാവരും തമ്മിൽ പ്ലാൻ ചെയ്ത മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതിൽ വില്ലി എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അത് തന്നെയായിരിക്കും അവൻ്റെ പ്ലാൻ എന്ന് എക്സാക്റ്റ് ഇവരും വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വില്ലി ചാർലിനെ കൈമാറാതിരിക്കാനായിട്ടുള്ള പ്ലാനും ഇവർ ചെയ്യുന്നുണ്ട്. സോ വില്ലിയാണെങ്കിൽ എപ്പോഴാണോ ചാർലിനെ കൈമാറാനായിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് തിരിയാനായിട്ട് നിൽക്കുന്നത്, കറക്റ്റ് ആ ടൈമിന് അലനാണെങ്കിൽ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് ഇത് നടക്കുന്നതെന്നും ആരും കാണാതിരിക്കാനായിട്ട്. ആണെങ്കിൽ അവിടുത്തെ ക്യാമറാസ് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അലൻ പറഞ്ഞ ഉടനെ തന്നെ വില്ലിയുടെ കാറിനെ 3 സൈഡായിട്ട് ബേബയും നോർത്തും ഡീനും കൂടെ ആയിട്ട് കവർ ചെയ്യാണ്. അങ്ങനെ വില്ലിക്ക് അവൻ ഉദ്ദേശിച്ച ആ ഒരു പോയിന്റിലോട്ട് എത്താൻ പറ്റുന്നില്ല, അവനെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു വഴിക്ക് വിടുന്നുണ്ട്. എക്സിറ്റ് ഒരു കണ്ടെയ്നർ വെച്ചിട്ട് നമ്മുടെ പീറ്റും കിമ്മും കൂടെ ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പ്ലാൻ അനുസരിച്ച് തന്നെ ഇവർ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വില്ലിയുടെ വണ്ടി ചെന്ന് നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ ബേബെ അവൻ്റെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വില്ലീനെ അവൻ്റെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയ ശേഷം ഒരുപാട് അടിക്കുന്നുണ്ട്. ചാർലി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് വില്ലിക്ക് ഫ്ലേർട്ട് ചെയ്യാൻ തന്നെയാണ് നേരം. വില്ലി നന്നായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ബേബെ അതിന് പകരമായിട്ട് അവൻ നല്ലൊരു അടിക്കുന്നുണ്ട്. അതേ ടൈമിന് ഇതിലുള്ള റേസേഴ്സ് എങ്ങോട്ടോ ഡൈവേർട്ടായി പോയിന്ന് മനസ്സിലായിട്ട് ആ മത്സരം നടത്തുന്നതിലുള്ള റെസ്ക്യൂ ടീം അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റെസ്ക്യൂ ടീമിൻ്റെ കണ്ണിൽ ഇവർ പെടാൻ പാടില്ല, അതുകൊണ്ട് തന്നെ വില്ലീനെ അടിച്ചൊതുക്കിയിട്ട് അവൻ്റെ വണ്ടിയിൽ ഇരുത്തിയ ശേഷം ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഡീന സമയം ഞാൻ വന്നോളാം നീ പൊക്കോന്ന് പറഞ്ഞിട്ട് ബേബേനെ പറഞ്ഞു വിടാണ്. ആ ഒരു ടൈമിന് തന്നെ വില്ലിയാണെങ്കിൽ ചാർലീനെ കൈമാറുന്നതും വെയിറ്റ് ചെയ്ത് വിന്നർ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. വിന്നർ കറക്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡീനാണെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യുന്നത് അലനെയും ബേബേനെയൊക്കെ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വിന്നറിൻ്റെ വണ്ടിയിൽ ഇടിക്കാനായിട്ട് പോകുന്നുണ്ട്, അവനെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നാൽ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും ഇവൻ്റെ വണ്ടി എന്തോ ബ്ലാസ്റ്റ് ആവുകയാണ്. ഡീനിന് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതേ ടൈമിന് അലനാണെങ്കിൽ ഡീൻ എന്ന് അവരുടെ ആ ഒരു മൈക്രോഫോൺ വഴി വിളിക്കുന്നുണ്ട്. എന്നാൽ ഡീനിൻ്റെ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.